ഇന്ന് നമ്മളൊരു ഗാർഡന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. ഞാൻ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ഗാർഡൻ ഒന്നും അല്ല. എൻ്റെ മനസ്സിൽ ഇത് പറമ്പ്, ഇത് നമ്മുടെ മുറ്റം. അപ്പൊ അത് തമ്മിൽ ഒന്ന് ബോർഡർ ഉണ്ടാക്കണം. അതേപോലെ ഇവിടെ ആകപ്പാടെ പുല്ല് പിടിച്ച് കിടക്കായിരുന്നു. അപ്പൊ അവിടെ ഒരു ഇത്തിരി പേൾ ഗ്രാസ് ഇടണം. ഇത്രയൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിനു വേണ്ടി ഞങ്ങളിവിടെ ഒരു ബോർഡർ, വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു ചെറിയ വഞ്ചി, പിന്നെ ഒരു താമരക്കുളം, പിന്നെ ഇങ്ങനെ ഇത്രയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ നല്ല ഭംഗിയാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്തായാലും ഒരു വീഡിയോ ആക്കാന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമാവട്ടെ എന്ന് കരുതി. ഇങ്ങനെയായിരുന്നു ആദ്യം നമ്മുടെ മുൻവശം ഉണ്ടായിരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ട് ടൈലിട്ടതിൻ്റെ അപ്പുറം ഇങ്ങനെ കാട് പിടിച്ച് പറമ്പിനോട് ചേർന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് തോന്നിയത് അവിടെ എന്തെങ്കിലും ചെയ്യണം, ഒരു ഗാർഡൻ്റെ ഒരു സെറ്റപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മുടെ ജോയ് ചേട്ടനെ മീറ്റ് ചെയ്യാൻ ഇടയായത്. ഞങ്ങള് ഗാർഡനിലൊക്കെ നിന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാ, പക്ഷെ നല്ല മഴ, ഒന്നും നടന്നില്ല. ജോയ് ചേട്ടാ എത്ര നാളായി ജോയ് ചേട്ടാ ഇതിന്റെ? 33 വർഷമായിട്ടുണ്ട് അല്ലേ ഇതില്? എന്റെ ചേട്ടന്റെയും വിഷ്ണുവേട്ടന്റെ ചേട്ടന്റെയും അവിടെയൊക്കെ ഗാർഡൻ ചെയ്തേക്കണ ജോയ് ചേട്ടനാണ്. അപ്പൊ എനിക്കിങ്ങനെ ആകപ്പാടെ പുല്ല് പിടിച്ചൊക്കെ കിടക്കണ കണ്ടപ്പം ഒരു മോഹം തോന്നി. ഞാൻ ജോയ് ചേട്ടനെ വിളിച്ചാണ്, വലിയ ബഡ്ജറ്റ് ഒന്നും ആവരുതെന്ന് പറഞ്ഞു. പക്ഷെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഒക്കെ ചെയ്തു തന്നു കേട്ടോ, നന്നായിട്ടൊക്കെ ചെയ്തു തന്നു. പിന്നെ പിന്നെ എവിടെയാ ഇപ്പൊ ഏതോ സ്കൂളിൽ ചെയ്യുന്നുണ്ടല്ലേ? നൈപുണ്യ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. എവിടെ? നൈപുണ്യ സ്കൂൾ എടക്കുന്ന്. പിന്നെ ജോയ് ചേട്ടനാണ് നമ്മുടെ ജോർജ് ചേട്ടനെ. നിങ്ങൾ ഇങ്ങോട്ട് കേറിയിരിക്കും, അല്ലെങ്കിൽ നമ്മള് ഇവര് കേറാത്ത കേട്ടോ. അല്ലാണ്ട് ഞാൻ വലിയ കാര്യത്തിൽ ഇവിടെ ഇരിക്കണതും ഇവര് എന്ത് ചെയ്താ കേറുന്നില്ല. ജോയ് ചേട്ടനാണ് എനിക്കൊരു വഞ്ചി വേണം, ഒരു താമരക്കുളം വേണം, എന്നാ വലിയ റേറ്റ് ഒന്നും ആവരുതെന്നൊക്കെ പറഞ്ഞ് ഒരു ഭംഗിയാക്കി സാധാരണ പോലെ ചെയ്ത് തന്നാ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജോയ് ചേട്ടനോട് പറഞ്ഞപ്പോ ജോയ് ചേട്ടനാണെങ്കിൽ ജോർജ് ചേട്ടനെ പരിചയപ്പെടുത്തിയത്. ജോർജ് ചേട്ടൻ അടിപൊളിയായിട്ട് ഒരു ചെറിയ സാധാരണ ഒരു ബോർഡർ, പറമ്പും ഗാർഡനും തമ്മിൽ ഒരു വേർതിരിക്കാൻ ഒരു ബോർഡറേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായുള്ളൂ. പക്ഷെ ഒരു അടിപൊളി വഞ്ചി എനിക്ക് ഉണ്ടാക്കിയത്, അടിപൊളി ബോർഡറും വഞ്ചിയും അതിനൊരു മരത്തിന്റെ ഡിസൈനും ഒക്കെ കൊടുത്ത്, എന്നാ ഒരു എക്സ്ട്രാ ഡിസൈനേഴ്സിന്റെ ചാർജ് അങ്ങനെ ഒന്നും വാങ്ങിയില്ല. സാധാരണ നമ്മൾ മെറ്റീരിയൽസ് അടിച്ചു കൊടുക്കുക, ടച്ചിന്റെ പണി ഉണ്ടായുള്ളൂ. അത്രയും ചെയ്തുള്ളൂ. നന്നായി ഉണ്ടായിരുന്നു. പക്ഷെ അസലായിട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത്. ആരെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ ജോർജേട്ടനെ സമീപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ഈ മീൻ വളർത്തുന്ന കുളം അതല്ല വെച്ചാൽ ഒരു താമരക്കുളം പോലത്തെയുള്ള ഈ സെറ്റപ്പ് ഉള്ള സ്ഥലത്ത് ആദ്യം ഒരു ഇടിവെട്ടേറ്റ തെങ്ങായിരുന്നു. അതിൻ്റെ വേരൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയപ്പം അവിടെ ഒരു വലിയൊരു കുഴിയായി. അപ്പം തോന്നിയൊരു ഐഡിയ ആണ്, അവിടെ വന്നാൽ അവരിങ്ങനെ ഒരു കുളവും അതേപോലെ അതിൻ്റെ മുകളിലൊരു മലയിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ ഒരു ചെറിയതായിട്ടുള്ളൊരു ഫൗണ്ടെയിനും ചെയ്യാനായിട്ട് കേട്ടോ. പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഈ കുഴിയിൽ നിന്നുള്ള മണ്ണും പിന്നെ ഒരു 4 ലോഡ് മണ്ണ് നമ്മളിവിടെ അടിച്ച് ഈ ടൈലിൻ്റെ പൊക്കത്തിലേക്ക് ആക്കി അതൊന്ന് നികത്തുകയാണ് ആദ്യം ഉണ്ടായത് കേട്ടോ. അതിൻ്റെ കൂടെ വാരം തോണ്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ 8x4x12 കല്ല് വെച്ചിട്ട് നമ്മളൊരു ബേസ് ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. വാരം തോണ്ടൽ കഴിഞ്ഞാൽ പിന്നെ ഫൗണ്ടേഷനാണല്ലോ മെയിനായിട്ട്. പറമ്പും മിറ്റവും തമ്മിൽ വേർതിരിക്കാൻ ഒരു ഫൗണ്ടേഷനാണ്, ഒരു ബേസാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിനെ നമ്മൾ വെട്ടാനൊന്നും നിന്നില്ല. അതിൻ്റെ ചുറ്റും നമ്മൾ ഇരിക്കാനായിട്ടും ഇതേപോലെ ഒരു ഫൗണ്ടേഷൻ കൊടുത്തു. നമ്മുടെ ഈ ഫൗണ്ടേഷന്റെ കല്ലുകളൊന്നും നമ്മൾ ഇറക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആകെ ഒരു അതെ പറമ്പിൽ കിടന്ന ഒരു ജസ്റ്റ് പറമ്പിൽ അവിടെ ഇവിടെയും കിടന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫൗണ്ടേനാണ് അത്. അത് വളരെ നന്നായി എല്ലാവരും പറഞ്ഞു. അതല്ലാണ്ട് അതിനു വേണ്ടി നമ്മളൊരു കല്ലോ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ 8x12 ആ റേഞ്ചിലുള്ള കല്ലും പിന്നെ അതിനേക്കാളും ചെറിയ കല്ലും മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. വേറെ ഒന്നും ഇറക്കിയിട്ടില്ല. അസലായിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞു കേട്ടോ അസലായിട്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വഞ്ചിയുടെ ബേസിന്റെ അപ്പുറത്തായിട്ട് നമ്മൾ ബോർഡർ പണിയണത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ബോർഡർ പണിയണത്. അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് നമുക്ക് എന്തെങ്കിലും ചെടി വെക്കാം, ഒരു 10 മണി ചെടിയോ. ആ ചെടി ഏതാ വെക്കേണ്ടതെന്നുള്ളത് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്.
വളരെ നന്നായിട്ട് പൂക്കൾ നൽകുന്ന, വളരെ കുറച്ച് മാത്രം ഈ ഗ്യാപ്പിൽ വയ്ക്കാൻ പറ്റുന്ന, ഒരുപാട് വലുതാവാത്ത അങ്ങനെ ഏതെങ്കിലും ചെടികൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എപ്പോഴും അത് ഏത് ചെടിയാണ് വെക്കേണ്ടതെന്ന് അറിയില്ല. എൻ്റെ മനസ്സിലൊരു 10 മണി 4 മണി ഒക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും നല്ല ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി മണ്ണ് നികത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ പുല്ല് വിരിക്കുന്നതിന് മുൻപ് നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടാണ് ഒരു ലെയർ കോട്ട് മണ്ണ് അതിൻ്റെ മുകളിൽ വയ്ക്കണത്. പുല്ല് വിരിക്കാനായിട്ടുള്ള മണ്ണ് നികത്തണതാണ് കേട്ടോ അത്. ഷീറ്റ് വിരിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ പുല്ല് പിടിക്കണ ഒരു പറമ്പാണ്. ഒരുപാട് മുത്തങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞത് അവർ 2 ലെയറായിട്ട് അവർ ഷീറ്റ് വിരിക്കുന്നുണ്ട്. ഒന്നുകിൽ വീഡ് മാറ്റ് എന്ന ഷീറ്റ് വിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം ഇറങ്ങി പോകാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. അതിൽ വെള്ളം ഇറങ്ങി പൊക്കോളും താഴേക്ക്. അതല്ല വെച്ചാൽ ഈ ഡബിൾ ലെയർ ഷീറ്റ് വിരിച്ചിട്ട് ഇടയിൽ ഓരോ ഓട്ടകൾ കുത്തി കൊടുത്താലും ധാരാളമായിട്ട് വെള്ളം ഇറങ്ങി പൊക്കോളും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് അവർ വഞ്ചിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ചെയ്യണത് കട്ടകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ ലോ ബഡ്ജറ്റ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കട്ടകൾ വെച്ച് ചെയ്യണത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ ജോർജേട്ടൻ പറയും. കുറച്ചും കൂടി നല്ല ഷേപ്പ് വരും അല്ലേ? കൊമ്പ് നീണ്ടു പോകും. കമ്പിയൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ കമ്പിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ശരിക്കും ചുണ്ടവെള്ളം പോലെ ഒന്നും കൂടി ഭംഗിയാവും. ഇത് ഇല്ല, വെറുതെ കട്ട വെച്ച് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും മസാലയുണ്ട്. കോസ്റ്റ്ലി ആയിട്ട് ചെയ്യാം. അതെ, അതുണ്ട് കേട്ടോ. ഇപ്പൊ ലോ ബഡ്ജറ്റിലുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലോ ബഡ്ജറ്റിൽ ചെയ്യും. അതല്ല ഹൈ ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് ചെയ്യാനും ജോർജേട്ടന് അറിയാം. കമ്പി നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിപ്പോ വെറുതെ കല്ല് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കമ്പി നെറ്റൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ജോർജേട്ടന് ചെയ്യാൻ പറ്റും കേട്ടോ. കിണറുകൾ ഡിസൈൻ ചെയ്യലാണെങ്കിൽ മറ്റേ കിണറുകളൊക്കെ ഡിസൈൻ ചെയ്യണ്ടല്ലോ. മറ്റേ പൂക്കൊട്ട, തേങ്ങമുറി, അതുപോലെ മരത്തിന്റെ കടയായിട്ട് കപ്പിയൊക്കെ ഇട്ട് പോരാവുന്ന രീതിയിൽ മരം തന്നെ ഉണ്ടാക്കിയിട്ട് പരിപാടികളൊക്കെ ചെയ്യാം. മരത്തിന്റെ ഡിസൈനിൽ ഏത് വർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. കിണറുകൾ, തേങ്ങമുറി, പൂക്കൊട്ട, അതുപോലെ തന്നെ മരത്തിന്റെ കടയായിട്ടുള്ളത് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതുപോലെ അപ്പോൾ അതുപോലെ തന്നെ മരം തന്നെ സിമെന്റ് ഉണ്ടാക്കിയിട്ട് അതിന് തന്നെ കപ്പിടാവുന്ന കൊമ്പൊക്കെ ഉള്ളിലേക്ക് വരാവുന്ന രീതിയിൽ കപ്പിയൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ സിമെന്റ് കൊണ്ട് കയറ് മാതിരി കെട്ടി റെഡിയാക്കി എടുക്കണം. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ജോർജേട്ടൻ ഡിസൈനിങ് മാത്രമല്ല പ്ലംബിങ്ങും വയറിങ്ങും സ്പ്രിംഗ്ലർ ഇടലും എല്ലാം ജോർജേട്ടൻ തന്നെയാണ് ചെയ്തത്. ഹെൽപ്പിന് നമ്മുടെ ജോർജേട്ടനും കൂടെ അത് നിൽക്കുന്നുണ്ട്. ജോർജേട്ടൻ ഫുള്ളായിട്ടൊരു സർവകലാവല്ലഭനല്ലേ. വഞ്ചി, ഫൗണ്ടെയിൻ, പ്ലംബിങ്, വയറിങ്, എല്ലാ പരിപാടിയും ഉണ്ടല്ലേ. മരപ്പണിയും എല്ലാം ഉണ്ട്. ഫാബ്രിക്കേഷനും ഉണ്ടോ? എന്ത് പരിപാടിയും നമ്മുടെ അടുത്ത് പോവില്ലേ? ഓക്കെ. അങ്ങനെ നമ്മുടെ ഒരു 3 ലൈറ്റ് നമ്മൾ എക്സ്ട്രാ ഈ ഗാർഡൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് അത് കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ മറച്ചു വെച്ചേക്കണമെന്നേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് നേരെ ആ ഫൗണ്ടെയിൻ്റെ അവിടേക്ക് ഒരു പച്ച, നീല, മഞ്ഞ കളറൊക്കെ വരുന്ന ഒരു സ്പോട്ട് ലൈറ്റും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയിൽ ഒരു 4 സ്പ്രിംഗ്ലറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 6 മീറ്റർ വരെ വെള്ളം പോവാൻ പാകത്തിനുള്ള സ്പ്രിംഗ്ലറാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. അതുകൂടാതെ വീടിനോട് ചേർന്ന് പണ്ട് ഇങ്ങനെ വലുതാവുന്ന ആ ഒരു പുല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം മാറ്റി അവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ പുല്ല് വെക്കുകയാണ്. അപ്പോൾ ഓൾറെഡി പണ്ട് ആ പുല്ലിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന റോസയാണ്. അത് റോസുമേ നിറച്ച് റോസാപ്പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് അത് ഞാൻ കളഞ്ഞില്ല. ബാക്കി മറ്റേ പുല്ല് വലുതാവണ പുല്ല് കട്ട് ചെയ്യലൊക്കെ ഭയങ്കര മെനക്കെട്ടൊരു പണി ചെയ്തുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ആർട്ടിഫിഷ്യൽ പുല്ല് വിരിക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ സ്പ്രിംഗ്ലർ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്.
അടിപൊളിയായിട്ട് ഉണ്ട്. അതാ രാത്രി ഞങ്ങൾ സ്പോട്ട് ലൈറ്റ് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്പോട്ട് ലൈറ്റ് ഞാൻ ഓൺലൈനാണ് വാങ്ങിയത്, അതുകൊണ്ട് എനിക്ക് എത്രത്തോളം അത് സക്സസ് ആവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് സക്സസ് ആയിട്ടോ. ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് പേൾ ഗ്രാസ് വിരിക്കലും അതേപോലെ ചെടി നടലൊക്കെ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഏറ്റവും അവസാനം തന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഗ്രാസൊക്കെ എത്തിയിട്ടുണ്ട്. കൂടെ കുറച്ച് പെബിൾസും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറിൻ്റെ വശത്ത് നമ്മൾ കുറച്ച് പെബിൾസ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉരുളൻ കല്ലുകളും ആണ് ഉദ്ദേശിച്ചേക്കണേ. നല്ല പേൾ ഗ്രാസാണ്, ഗ്യാരണ്ടീഡാണ് നമ്മുടെ എന്നാണ് ജോയ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ജോയ് ചേട്ടനോട് തന്നെ വിശദമായിട്ട് ചോദിക്കട്ടോ. പിന്നെ ഇത് പുല്ല് നമ്മൾ എവിടെ നിന്ന് എടുത്തത്? പുല്ല് നമ്മള് മണ്ണുറ്റിന്ന് നമ്മുടെ ഒരു നഴ്സറി ഉണ്ട്, ഒരു ചിലെടുക്കുന്ന നഴ്സറിക്കാരൻ. അപ്പൊ അവര് നമുക്ക് നല്ല പുല്ല് നോക്കി തന്നെ തരുള്ളൂ. ഇത് ഗ്യാരണ്ടി പുല്ല്. കാരണം എന്ന് പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് ഈ മണ്ണുറ്റിന്ന് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് നഴ്സറിക്കാർ ഇതിനെ ഒരു കോമ്പറ്റീഷൻ പോലെ കരുതി പോകുന്നുണ്ട്. അപ്പൊ പല സൈസ് പുല്ലുണ്ട്. ഇപ്പൊ സാധാ ബൊഫല്ലോ ഗ്രാസ് വരെയും ഈ പേൾ ഗ്രാസിന്റെ ഉള്ളിൽ കൂടി കയറി വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെയാണ് നമ്മൾ നോക്കി ഈ പുല്ല് തന്നെ എടുക്കുന്നത്. ഇപ്പൊ വർഷങ്ങളായിട്ട് ഒരാളുടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ അവര് എന്താ കറക്റ്റ് ആണ്. ഇത് സിംഗപ്പൂർ മെയ്ഡ് പേൾ ഗ്രാസ് ആണ്. ചെറിയൊരു ചുവന്ന രാശി ഉണ്ടാവും അത്. പിന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി. വളമൊന്നും പിന്നെ കൊടുക്കണമെന്നില്ല, കാരണം ആദ്യത്തെ ഒരു വളം മതി. എന്നാലും നമ്മുടെ പേരിന് ഒരു ചെറിയ വളം കൊടുക്കാൻ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. പിന്നെ ഇതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഓരോ പുല്ലുകളും നമ്മൾ കാണുമ്പോൾ തന്നെ പറിച്ച് വന്നത് എടുത്ത് കളയണം. കൂടുതലായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അടിയിൽ ഷീറ്റൊക്കെ വെച്ചാണ് ചെയ്തേക്കണേ. എന്നാലും എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. എപ്പോഴും നോക്കിയാ നല്ല ഭാഗ്യമാണ്. കാരണം നനയ്ക്കേണ്ടി വന്നിട്ടില്ല, ഫുള്ള് മഴയായിരുന്നു. അന്ന് തുടങ്ങി മഴയാണ്. അതെ അതെ അതെ, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അതെ അതെ, നല്ല ഭംഗിയായിട്ടുണ്ട്. കുറെ വരും, ഞങ്ങൾക്കും ഇഷ്ടമായി. അതെ 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 അതെ. എന്ത് വളാണ്? സ്റ്റെറാമീൻ. ഓക്കെ ഓക്കെ, ഓർഗാനിക് മാനുവൽ. ഇത് എത്ര ദിവസം കൂടും? എത്ര ദിവസം വച്ചതിന് ശേഷം എപ്പോഴാണ് ഉണ്ടായി? അതെ, അല്ല വച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിടണേ? ഒരാഴ്ച കഴിയുമ്പോൾ. 3 മാസം കഴിഞ്ഞാൽ 4 മാസം കഴിയുമ്പോൾ. ഓക്കെ, ആദ്യം വിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇടും. അതിനുശേഷം പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ട് ആദ്യം ഇടും. ഇട്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. അത് മഗ്നീഷ്യം സൾഫേറ്റ്, അത് പഠിക്കണം. അതിന്റെ മഞ്ഞപ്പൊക്കെ പോയി നല്ല ഗ്രീനറി കിട്ടും. അതെ അല്ലേ, ഓക്കെ. മഗ്നീഷ്യം സൾഫേറ്റ്. മറ്റത് ഈ ചെതലൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി ഹിൽബാൻ പറഞ്ഞിട്ട് ഒരു മരുന്ന്. ഇത് ചെതൽ വരാണ്ടിരിക്കാൻ ഹിൽബാൻ അല്ലേ? ഓക്കെ. 5 ml 1 ലിറ്റർ. 5 ml 1 ലിറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അടിക്കണമെന്നില്ല. അതുകൂടാണ്ട് എനിക്കിവിടെ സൺഷെയ്ഡിൻ്റെ അവിടെ ഹുക്കുകൾ പിടിപ്പിച്ച് തന്നു, എനിക്ക് ചട്ടിയൊക്കെ വയ്ക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സും കൂടി അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫിനിഷിംഗ് ലുക്ക്. നമുക്കങ്ങനെ വേറൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഒരു സൈഡ് നോക്കി വെക്കണം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വയ്ക്കുമ്പോൾ. വേറൊരു സൈഡിലേക്കാണ് നമ്മൾ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ നമ്മൾ കാണുന്ന വശത്തുള്ള രീതിയിൽ നമ്മൾ വച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല അതൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെന്ന് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, പേൾ ഗ്രാസിൻ്റെ റേറ്റ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ള ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി മെസ്സേജ് ചെയ്ത് കണ്ടവർ പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിയ പേൾ ഗ്രാസിന് 30 രൂപയാണ് ജോയ് ചേട്ടൻ റേറ്റ് പറഞ്ഞത്. അതിൽ ജോയ് ചേട്ടൻ്റെ കെയർ ഓഫിൽ സ്ഥിരമായിട്ട് എടുക്കുന്നത് കൊണ്ടും നമുക്ക് പരിചയമുള്ളത് കൊണ്ടും എനിക്ക് 28 രൂപയ്ക്കാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. 28 എന്ന് പറയണത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, സ്ക്വയർ ഫീറ്റിനാണ്. സ്ക്വയർ ഫീറ്റിന് 28 രൂപയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാനൊരു ചെറിയ രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചത് വളരെ ഭംഗിയാക്കി തന്ന നമ്മുടെ ജോയ് ചേട്ടൻ്റെയും അതേപോലെ ജോർജ് ചേട്ടൻ്റെയും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആർക്കെങ്കിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ ഇവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ റേറ്റിൻ്റെയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെയോ ഒക്കെ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ
എനിക്കറിയാവുന്നതൊക്കെ ആണെങ്കിൽ എല്ലാം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ ആർക്കെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോൺ അവൈലബിൾ ആയിട്ടുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ശ്രീ പ്രണവ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.